ശബരിമല തിരുവാഭരണ ഘോഷയാത്രയിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ പന്തിയിൽ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം. അട്ടത്തോടിന് സമീപമായിട്ടുള്ളൊരു പ്രദേശമാണ്. ഈ കാണുന്ന പ്രദേശങ്ങൾ പമ്പാ നദിയുടെ അടിവാരം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കൊല്ലംമൂഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. കൊല്ലംമൂഴി. പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന സമയം മുതൽ തിരുവാഭരണത്തെ അനുഗമിക്കുന്ന കൃഷ്ണപ്പരുന്തുകളാണ് ആ പറന്നു പോകുന്നത്. തിരുവാഭരണ പേടകം പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരിക്കുന്ന സമയം മുതൽ സന്നിധാനത്ത് എത്തുന്നിടം വരെയും ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൃഷ്ണപ്പരുന്തുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടാവും. കൃഷ്ണപ്പരുന്ത് ഇല്ലാതെയുള്ള ഒരു തിരുവാഭരണ ഘോഷയാത്ര ഇതുവരെയും നടന്നിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. മഹാവിഷ്ണുവിന്റെ വാഹനമായ കൃഷ്ണപ്പരുന്ത് പേടകത്തിന് മുകളിൽ കാണുന്നത് ഒരു ഐതിഹ്യവും വിശ്വാസവുമാണ്. പേടകം സന്നിധാനത്ത് എത്തുന്നതുവരെ ആകാശത്ത് പറന്ന് കൂടെ ഉണ്ടാവുന്നത് ശുഭസൂചകമായിട്ടാണ് ഭക്തർ കരുതുന്നത്. ഈ കാഴ്ച ഭക്തർക്ക് വലിയ ആത്മീയ അനുഭൂതിയും അയ്യപ്പന്റെ അനുഗ്രഹമായി അവർ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. വിഷ്ണുവിന്റെ പ്രതിരൂപമായി കണക്കാക്കുന്ന അയ്യപ്പന്റെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഗരുഡൻ സംരക്ഷണം നൽകുന്നു എന്നാണ് വിശ്വാസം. തിരുവാഭരണ പേടകം വാഹകരുടെ ശിരസിലേറ്റുന്ന സമയം മുതൽ പന്തളത്തു നിന്നും കൃഷ്ണപ്പരുന്തുമുണ്ടാവും. അട്ടത്തോടിന് സമീപം പമ്പാ നദി കുറുകെ കടന്നു പോകുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പമാണ് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ചകൾ പകർത്താനായത്. മൂന്ന് കൃഷ്ണപ്പരുന്തുകളാണ് ഈ സമയം ആകാശത്തുണ്ടായിരുന്നത്. ഇതിൽ ഒരു പരുന്ത് പമ്പാ നദിയിലേക്ക് ചാഞ്ചി നിൽക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ പറന്നിറങ്ങിയിരുന്നു. തിരുവാഭരണ ഘോഷയാത്ര സംഘത്തിലെ എല്ലാവരും പമ്പാ നദി കടന്നുപോയെന്ന് ഉറപ്പിച്ച ശേഷമാണ് കൃഷ്ണപ്പരുന്തും ഈ ഭാഗത്തു നിന്നും പറന്നുയർന്നത്. അതുവരെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും ഇടയ്ക്കിടെ സമീപത്തെ മരച്ചില്ലകൾ വന്നിരിക്കുന്നതും കാണാമായിരുന്നു. ഈ കാഴ്ചാവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. അവരോടൊക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ മറ്റൊരു വിശേഷങ്ങളുമായിട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.